ഒരിക്കൽ കൂടി സ്വാഗതം. ഒത്തിരി പണം ചിലവാക്കി സ്റ്റാറുകൾ വാങ്ങി വീട് അലങ്കരിക്കുന്ന നമുക്ക് കുറഞ്ഞ ചെലവിൽ ഒരു സ്റ്റാർ ഉണ്ടാക്കിയാലോ കൂട്ടുകാരെ? സ്റ്റാർ ഉണ്ടാക്കാനായി കനമുള്ള പേപ്പറാണ് ആവശ്യം. നിങ്ങൾക്ക് കളറും ഡിസൈനും തിരഞ്ഞെടുക്കാം. ഞാൻ ഇവിടെ ചാർട്ട് പേപ്പറാണ് ഉപയോഗിക്കുന്നത്. 28-30 സെന്റിമീറ്റർ വലിപ്പമുള്ള സ്ക്വയർ പേപ്പറാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. സ്റ്റാറിന്റെ വലിപ്പം അനുസരിച്ച് അളവിൽ മാറ്റം വരുന്നതായിരിക്കും കേട്ടോ. വീതി വശം നീളവശത്തിലേക്ക് ഇതുപോലെ കോണായി മടക്കുക. ഇത് കണ്ടോ? കോർണർ മടക്കിയപ്പോൾ ഇതുപോലെ കൂടുതലുള്ളതായ ഭാഗത്ത് പശ തേച്ച് മടക്കി ഇതുപോലെ നന്നായി ഒട്ടിക്കുക. ഒട്ടിക്കുമ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും. കൂട്ടുകാർക്കും ഇങ്ങനെ തന്നെയല്ലേ കിട്ടിയിരിക്കുന്നത്. ഈ വശത്തെയും മടക്ക് ഇതുപോലെ നേരെ വരത്തക്ക വിധം ഇതുപോലെ മടക്കുക. കണ്ടോ കൂട്ടുകാരെ? ഇപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും. നമ്മൾ ഇതുപോലെ മടക്കിയതായ പേപ്പറിന്റെ നടുഭാഗത്ത് നിന്ന് താഴേക്ക് 5 സെന്റിമീറ്റർ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. കണ്ടോ? ഈ മൂലയിൽ നിന്നും നടുഭാഗത്ത് മാർക്ക് ചെയ്തെടുത്തേക്ക് കോണായി ഇതുപോലെ കട്ട് ചെയ്ത് കളയുക. കണ്ടോ കൂട്ടുകാരെ? നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. കൂട്ടുകാരും ഇങ്ങനെ തന്നെയല്ലേ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഈ സൈഡിൽ നിന്ന് താഴത്തേക്ക് 1 സെന്റിമീറ്റർ മൂല കട്ട് ചെയ്തെടുക്കുക. 2 സൈഡും കട്ട് ചെയ്തെടുക്കണേ കൂട്ടുകാരെ. കണ്ടോ കൂട്ടുകാരെ മുറിച്ചെടുത്തിരിക്കുന്നത്? ഇനി ഈ കോണിൽ നിന്ന് താഴത്തേക്ക് 1 സെന്റിമീറ്റർ മുറിച്ചെടുക്കുക. കണ്ടോ കൂട്ടുകാരെ മുറിച്ചെടുത്തിരിക്കുന്നത്? നമ്മുടെ നക്ഷത്രത്തിന് ഈ തുളയിട്ടാലോ? അതിനായി ഞാൻ ഇവിടെ ഇതുപോലത്തെ ഒരു പഞ്ചാണ് ഉപയോഗിക്കുന്നത്. കൂട്ടുകാർക്ക് എങ്ങനെ വേണമെങ്കിലും ഹോളിടാം. ഈ സൈഡിലും തുളയിട്ടതിനു ശേഷം നക്ഷത്രത്തെ ഇതുപോലെ പിടിച്ച് സൈഡിലും തുളയിടാൻ മറക്കല്ലേ കൂട്ടുകാരെ. ഇത് കണ്ടോ കൂട്ടുകാരെ ഞാൻ ഹോളിട്ടിരിക്കുന്നത്? കൂട്ടുകാരും ഇങ്ങനെ തന്നെയല്ലേ ഹോളിട്ടിരിക്കുന്നത്. കൂട്ടുകാരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഹോളിടാട്ടോ. സ്റ്റാർ ഉണ്ടാക്കാനാണ് ഇതുപോലത്തെ 5 പീസാണ് ആവശ്യം. കൂട്ടുകാരുണ്ടാക്കട്ടോ, ഞാനും ഉണ്ടാക്കട്ടെ. കണ്ടോ കൂട്ടുകാരെ? ഞാൻ 5 ഭാഗങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. കൂട്ടുകാരും ഇതുപോലെ തന്നെയല്ലേ ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്കിനി സ്റ്റാർ ഒട്ടിച്ചാലോ? സ്റ്റാർ ഉണ്ടാക്കാനായി ഇതുപോലെ മടക്കി വെച്ച ഭാഗത്ത് പശ തേക്കുക. പശ തേച്ച ഭാഗത്ത് ഇതുപോലെ കട്ട് ചെയ്ത ഒരു പീസ് എടുത്ത് ഇതുപോലെ ചേർത്ത് ഒട്ടിക്കുക. ഇതുപോലെ മുഴുവനും ഒട്ടിച്ചെടുക്കണേ കൂട്ടുകാരെ. കണ്ടോ കൂട്ടുകാരെ ഞാൻ ഒട്ടിച്ചെടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന്